കാരുണ്യവാനായ പ്രപഞ്ചനാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് ജീവിക്കുന്നൊരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയും, അത് അള്ളാഹുവോട് തന്നെയാണ്. കാരണം അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ആരോടാണ് എന്ന ചോദ്യത്തിൻ്റെ ഒരേ ഒരു ഉത്തരം ഒരു മനുഷ്യൻ്റെ മാതാപിതാക്കളോടാണ് എന്നാണ്. കാരണം ഈ ഭൂമി ലോകത്ത് നമ്മൾ ജനിക്കാൻ ഭൗതികമായ കാരണക്കാർ നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയുമാണ്. നമുക്കറിയാം, എല്ലാ കാലഘട്ടത്തെക്കാളും അധികമായി മാതാപിതാക്കളോടുള്ള കടമകളും ബാധ്യതകളുമൊക്കെ നിർവഹിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസങ്ങൾ കഴിയും തോറും മാതാപിതാക്കളെ അവഗണിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന മക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്താമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ മാതാപിതാക്കളോടുള്ള സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാർത്തകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, 2017 അസം നിയമസഭ ഒരു ബില്ല് പാസ്സാക്കുകയുണ്ടായി. സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ മാതാപിതാക്കളെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് പിഴ ഈടാക്കുവാൻ നിർദ്ദേശിക്കുന്നൊരു ബില്ലായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അത്തരമൊരു നിയമം അവർ കൊണ്ടുവന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിൻ്റെ മതപരമായ ബാധ്യതകളിൽപ്പെട്ടതാണ് അവൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അതിൽ മനുഷ്യർ പിന്നോക്കം നിൽക്കുന്നു എന്നതുകൊണ്ടാണ് അവിടെ അത്തരമൊരു നിയമം കൊണ്ടുവരേണ്ടി വന്നത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മാതാപിതാക്കളെ പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് അവൻ്റെ മതപരമായ, ദീനീപരമായ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കളെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ, അവരോടുള്ള കടമകൾ നിർവഹിക്കുന്നില്ലെങ്കിൽ, യഥാർത്ഥത്തിൽ അവൻ അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തിലാണ് വീഴ്ച വരുത്തിയിട്ടുള്ളത്. കാരണം മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ളൊരു ഇബാദത്തായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിനു വേണ്ടി, ജിഹാദ് ചെയ്യാൻ വേണ്ടി, ദീനീയ മാർഗത്തിൽ രക്തസാക്ഷിയാകാൻ വേണ്ടി കൊതിച്ചു വന്ന ഒരാളെ അയാൾക്ക് മാതാപിതാക്കളുണ്ടോ എന്ന് അന്വേഷിച്ച് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവാദം കൊടുക്കാതെ വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് അതുകൊണ്ടാണ്. സ്വന്തം ശരീരവും കുടുംബവും ഒക്കെ പണയപ്പെടുത്തി ദീനിൻ്റെ മാർഗത്തിൽ വെട്ടും കുത്തുമേറ്റ് രക്തസാക്ഷിയായി സ്വർഗം നേടണമെന്ന കൊതിയോടുകൂടി വന്ന മനുഷ്യനോട് റസൂൽ ചോദിച്ചത്, നിനക്ക് ഉമ്മയോ വാപ്പയോ ജീവിച്ചിരിക്കുന്നുണ്ടോ? രണ്ടിൽ ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ അങ്ങോട്ട് തിരിച്ചു പോയി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക, അതാണ് നിന്റെ ജിഹാദ്, അതാണ് നിന്റെ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ തിരിച്ചയക്കുകയാണ്. ഒരിക്കൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് എന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ഒന്നാമതായി നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ്. അത് അള്ളാഹുമായി ബന്ധപ്പെട്ട കർമ്മമാണ്. നമസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിക്കലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്, ഗുണം ചെയ്യലാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഇസ്രായിൽ അള്ളാഹുവോടും മാതാപിതാക്കളോടുമുള്ള കടമകളെക്കുറിച്ച് പറയുന്നുണ്ട്.
ആ ആയത്തിൽ അള്ളാഹുവോടുള്ള കടമകളെക്കുറിച്ച് പറയാൻ ഒരൊറ്റ പദമാണല്ലോ ഉപയോഗിച്ചത്. ഒരൊറ്റ പദം, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. അത്ര പറഞ്ഞോടെ നിർത്തി. അള്ളാഹ് വിധിച്ചിരിക്കുന്നു, അള്ളാഹുവെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലോകാധിരാജനായ പടച്ചറബിനോടുള്ള മനുഷ്യന്റെ കടമകളെക്കുറിച്ച് പറയാൻ ആ ഒരൊറ്റ സെന്റൻസേ അള്ളാഹ് ഉപയോഗിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി മുഴുവൻ ആയത്തിലെ 1-2 ആയത്തുകളിലെ ബാക്കി വർത്തമാനങ്ങളൊക്കെയും ഒരു മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കളോടുള്ള കടമകൾ എന്തൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം. അവിടെ നിർത്തിയില്ല. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. പ്രായം ചെന്ന മാതാപിതാക്കൾ ഒപ്പമുണ്ടെങ്കിൽ അവരോട് ഛേ എന്ന് പോലും പറയാൻ പാടില്ല. വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, അവരോട് നിങ്ങൾ മാന്യമായ വാക്ക് പറയണം. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, വിനയത്തിൻ്റെ കാരുണ്യത്തിൻ്റെ താഴ്മയുടെ ചിറക് താഴ്ത്തി കൊടുക്കണം. അവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിങ്ങനെ മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യന് തൻ്റെ മാതാപിതാക്കളോടുള്ള കടമകൾ എന്തൊക്കെയെന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹ് പ്രയോഗിച്ച ആയത്തിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്നാണ്. ഉമ്മാക്കുപ്പാക്കും നിങ്ങൾ നന്മ ചെയ്യണമെന്നാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, റസൂലേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഒരു തെറ്റെനിക്ക് സംഭവിച്ചു, എനിക്ക് തൗബയുണ്ടോ, എന്താ ഞാൻ ചെയ്യുക? ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ ചോദിച്ചത് നിനക്ക് ഉമ്മയുണ്ടോ എന്നാണ്. ശ്രദ്ധിക്കണം. തെറ്റു സംഭവിച്ചു റസൂലേ, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ച മനുഷ്യനോട് റസൂൽ തിരിച്ചു ചോദിച്ചത് നിനക്ക് ഉമ്മയുണ്ടോ എന്നാണ്. ഇല്ല, ഉമ്മയില്ല. നിന്റെ ഉമ്മയുടെ സഹോദരിയുണ്ടോ, എളാമ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അവർക്ക് നീ നന്മ ചെയ്യുക. അഥവാ തിന്മകൾ സംഭവിച്ചൊരു മനുഷ്യൻ അതിനുള്ള പരിഹാരമായിട്ട് എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ തിന്മകൾക്കുള്ള പ്രതിവിധിയായി, പരിഹാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നീ നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, അത് ഈ ചെയ്ത തെറ്റുകൾക്കുള്ള പരിഹാരമാണെന്നാണ്. അത് ഏതു തരത്തിലുള്ള നന്മയുമാകാം, ഏതു തരത്തിലുള്ള സേവനങ്ങളുമാകാം. ഒരിക്കൽ മഹാനായ ഹസൻ ബസരിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും മക്കളാണല്ലോ, ചെറിയ കുട്ടികൾ മാത്രമല്ല, നമ്മളെല്ലാവരും മക്കളാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹസൻ ബസരിയോടൊരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ രാത്രി ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എൻ്റെ ഉമ്മ വന്നിട്ട് എന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചവിടെ കാത്തിരിക്കും, ഞാൻ എന്താ ചെയ്യുക? ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം എൻ്റെ ഉമ്മ വന്നിട്ട് എന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ച് ഉമ്മ അങ്ങനെ കാത്തിരിക്കും, ഞാൻ എന്ത് ചെയ്യണം? ഹസൻ ബസരി റഹ്മഹുല്ലാഹ് മറുപടി കൊടുത്തത്, നീ നിന്റെ ഉമ്മയുടെ കൂടെ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉമ്മാക്ക് മനസ്സിന് കുളിർമ കൊടുക്കുക. അതാണ് നീ സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്നാ മറുപടി കൊടുത്തത്. സുന്നത്തായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ഹജ്ജ് നിർബന്ധമുള്ളൂ, രണ്ടാമത്തെ നിർബന്ധമല്ല. അപ്പം നീ സുന്നത്തായ ഹജ്ജ് ചെയ്ത് ഫലം നേടുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിന്റെ ഉമ്മയോടൊപ്പം രാത്രി ഭക്ഷണം കഴിച്ച ഉമ്മാക്ക് മനസ്സിന് കുളിർമ കൊടുക്കലാണ് എന്ന് ഇമാം മഹാനായ ഹസൻ ബസരി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അഥവാ മാതാപിതാക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലും പുണ്യമാണ്, നന്മയാണ്, നിങ്ങൾ അവരോട് ചെയ്യുന്ന ഇഹ്സാനാണെന്നാണ് ഈ പഠിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ വീട്ടുകാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലും അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ വീട്ടിൽ ഉള്ള സമയത്തെങ്കിലും ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് അന്യമായിക്കൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം വെച്ചുണ്ടാക്കി തയ്യാറാക്കിയാലും ആ ഉണ്ടാക്കി തന്നവർക്കൊപ്പം ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പോലും സമയമോ മനസ്സോ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി മുതിർന്നവരാണെങ്കിൽ പോലും പലരും അങ്ങാടികളിൽ കറങ്ങിത്തിരിഞ്ഞ് ക്ലബ്ബുകളിലൊക്കെ സമയം ചെലവഴിച്ച് നട്ടപ്പാതിരാക്കാൻ വീട്ടിൽ കയറി പോവുക.
അപ്പോഴും ഉണ്ടാകും അവിടെ നമുക്ക് വേണ്ടി തയ്യാറ് ചെയ്ത് വെച്ച ഭക്ഷണവും. ഉമ്മയൊക്കെ നമ്മളെ കാത്തവൾ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഭക്ഷണം പോലും കഴിക്കാതെ. ഞാൻ പറഞ്ഞത് അത്തരം നിലപാടുകളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തണം എന്ന് കൂടി പറയാനാണ് ഇത് സൂചിപ്പിച്ചത്. അപ്പോൾ പറഞ്ഞു വന്നത്, തിന്മ ചെയ്തിട്ട് എന്താ പരിഹാരം, തൗബയുണ്ടോ എന്ന് ചോദിച്ചവനോട് റസൂൽ തിരിച്ചു കൊടുത്ത മറുപടി, നിന്റെ ഉമ്മാക്കുപ്പാക്ക് നീ നന്മ ചെയ്യണം, സേവനം ചെയ്യണം. അത് വിശദീകരിക്കുക പണ്ഡിതന്മാർ. മാതാപിതാക്കൾക്കൊപ്പം ഇനി ഭക്ഷണം കഴിക്കുന്നത് പോലും അവരോട് ചെയ്യുന്ന നന്മയുടെ, സേവനത്തിൻ്റെ, അവർക്ക് ചെയ്യുന്ന നന്മയുടെ ഭാഗമാണെന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ ഒരു ഇമാം പഠിപ്പിക്കുന്നുണ്ട്, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക, അവരെക്കാൾ ശബ്ദം ഉയർത്താതിരിക്കുക, ദേഷ്യത്തോടെ അവരിലേക്ക് നോക്കാതിരിക്കുക, ഇതൊക്കെ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന ഗുണത്തിൽപ്പെട്ടതാണെന്നാണ്. ശ്രദ്ധിക്കണം, പുതിയ തലമുറയൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാ. അദ്ദേഹം പറയുന്നത്, മാതാപിതാക്കൾക്ക് സേവനങ്ങൾ ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക, ഒരു മടിയും കാണിക്കാതിരിക്കുക, അത് തന്നെ ഒരു സേവനാണെന്നാണ്, അതന്നെ ഒരു നന്മയാണെന്നാ. അവരുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാതിരിക്കുക, ഉമ്മയോടും ഉപ്പയോടും ദേഷ്യത്തോടുകൂടി അവരെ നോക്കാതിരിക്കുക, ഇതുപോലും അവർക്കുള്ള നന്മയാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ എങ്ങനെയൊക്കെ ഈ ഭൂമി ലോകത്തേക്ക് നമ്മൾ വരാൻ കാരണക്കാരായ രണ്ടാമത്തെ കാരണം മാതാപിതാക്കളാണല്ലോ, അവർക്ക് എങ്ങനെയെല്ലാം നന്മകളും സേവനങ്ങളും ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. മഹാനായ ഫള് ഇബ്നു യഹ്യ, അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയും, തൻ്റെ വാപ്പ ജയിലിൽ കിടക്കുമ്പോൾ വുളു എടുക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കാൻ മറ്റു സംവിധാനങ്ങളൊന്നുമില്ല, എണ്ണ വിളക്ക് നേരം പുലരുവോളം പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു എന്നാണ്. വാപ്പാക്കുള്ള സേവനം, ഉപ്പാക്കുള്ള സേവനം, ഹിദ്മത്ത് ചെയ്യുക. എങ്ങനെ? ജയിലിൽ കിടക്കുന്ന ഉപ്പാക്ക് നേരം വെളുക്കുമ്പോൾ വുളു എടുക്കാൻ, സുബഹിക്ക് വുളു എടുക്കാൻ തണുത്ത വെള്ളം വേണം, ചൂടുള്ള വെള്ളം വേണം. അതിനെന്താ, വേറെ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ കത്തിച്ചു വച്ചിരിക്കുന്ന എണ്ണ വിളക്കുണ്ടല്ലോ, അത് നേരം വെളുക്കോളം ഒരു പാത്രത്തിൽ വെള്ളം അതിൻ്റെ തടിയിൽ ഇങ്ങനെ പിടിച്ച് നേരം വെളുക്കോളം നിൽക്കുക, വെള്ളം ചൂടാക്കാൻ വാപ്പാക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം തൻ്റെ ഉപ്പാക്ക് കൊടുത്ത ഹിദമത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് കഴിയുമോ അങ്ങനെയൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി ഗുണം ചെയ്യാൻ, സേവനം ചെയ്യാൻ, നന്മ ചെയ്യാൻ നമുക്ക് കഴിയണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, ഇത് നമ്മൾ ഭയപ്പെടണം. ആ കുട്ടികളൊന്നും ഇങ്ങോട്ട് കയറിയിരിക്കണം കേട്ടോ. ഖുത്ബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കാനും കളിക്കാനും സംസാരിക്കാനൊന്നും പാടില്ല. അപ്പോൾ നമ്മളെ ഖുത്ബ ബാത്തിലാവും. ഇപ്പോൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, സൈഡിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കയറിയിരിക്കുക. നിങ്ങളെക്കാൾ പ്രായമുള്ള ആളുകൾ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ കുട്ടികളങ്ങനെ ചാരി ഇരിക്കണ ഒരു സുഖമുള്ള കാര്യമല്ല. പക്ഷേ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മലക്കുകളുടെയൊക്കെ പ്രാർത്ഥന നമ്മൾ ഭയപ്പെടണം. എന്താ പ്രാർത്ഥന എന്നറിയോ? വമൻ അദറക അബവൈ അഹദഹുമാ ഫലം യബുറഹുമാ. ഉമ്മയും വാപ്പയും ജീവിച്ചിരുന്നിട്ടും അവർക്ക് പുണ്യം ചെയ്യാതെ, നന്മ ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥന. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുന്ന സമയത്ത് 3 തവണ ആമീൻ പറഞ്ഞു. നമുക്കറിയുന്ന ചരിത്രമാണത്. ഇറങ്ങിയപ്പോൾ സഹാബികൾ ചോദിച്ചു, റസൂലെ, സാധാരണ പതിവില്ലാത്തതാണ്, മിമ്പറിൽ കയറുമ്പോൾ 3 തവണ ആമീൻ ആമീൻ എന്ന് പറയുക, എന്തിനായിരുന്നു അത്? ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്ത മറുപടി, ഞാൻ മിമ്പറിൽ കയറുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കിങ്ങനെ വന്നു. അങ്ങനെ മലക്ക് വന്ന് ചില പ്രാർത്ഥനകൾ നടത്തി. അതിലൊരു പ്രാർത്ഥന എന്തായിരുന്നു? മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ടും അവർക്ക് നന്മ ചെയ്യാൻ അവസരം കിട്ടിയിട്ടും ഉമ്മാക്കും ഉപ്പാക്കും നന്മ ചെയ്യാതെ, നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ മരിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ, സ്വർഗം ലഭിക്കാതിരിക്കട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഞാനതിന് ആമീൻ പറഞ്ഞതാണെന്നാണ് പറഞ്ഞത്. ഗൗരവമാണ് കാര്യം. ആമീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേന്നാ. പ്രാർത്ഥിക്കുന്നത് മലക്കാണ്, ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം, റൂഹുൽ അമീൻ. ആമീൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഹബീബാണ്. അവിടെ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. മാതാപിതാക്കൾക്ക് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ, നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടോ, എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ഒരാൾ വന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്നിട്ട് റസൂലിനോട് മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരൊറ്റ വാക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. അതെന്താണെന്നറിയോ?
അല്ലാഹുവിന്റെ റസൂലേ, മാതാപിതാക്കളോടുള്ള കടമ എന്താ? നബി കൊടുത്ത മറുപടി, അവർ നിന്റെ സ്വർഗവും നിന്റെ നരകവുമാണ്. അതാ മറുപടി. അതിലെല്ലാം ഉണ്ട്. നിന്റെ ഉമ്മയും ഉപ്പയും നിന്റെ നരകവും സ്വർഗവുമാണ്. നിന്റെ ഉമ്മയിലൂടെ ഉപ്പയിലൂടെ നിനക്ക് സ്വർഗം നേടാം, നരകം വേണമെങ്കിൽ നരകവും നിനക്ക് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് നീ തീരുമാനിച്ചോ എന്ത് വേണമെന്ന്. മറ്റൊരു റസൂല് പറഞ്ഞത്, സ്വർഗത്തിന്റെ വാതിലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാതിൽ മാതാപിതാക്കളാണ്. സ്വർഗത്തിന് കുറെ വാതിലുകളുണ്ട്. ഇനി റമദാനൊക്കെയല്ലേ വരാൻ പോണത്. റമദാനെ ഉപയോഗപ്പെടുത്തുന്നവർക്കൊരു വാതിലുണ്ട് സ്വർഗത്തിൽ പോവാൻ. എന്നതിന് ഒരു പല വാതിലുകളുണ്ട്. ആ സ്വർഗത്തിന്റെ വാതിലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാതിൽ എന്ന് പറയുന്നത് മാതാപിതാക്കളാണെന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ മാതാപിതാക്കൾ ഒരു വാതിലായി, ഒരു ഡോറായിട്ട് അവിടെ ഉണ്ടാകുന്ന. എന്നിട്ട് പറയാം, ആ വാതിൽ പാഴാക്കണോ കാത്തു സൂക്ഷിക്കണോ എന്നത് നിന്റെ ഇഷ്ടം പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇതൊക്കെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കിയവരാ മുൻഗാമികൾ. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലാണ് തങ്ങൾ അമ്മാനിപ്പാനൊക്കെ പരിഗണിച്ചതും സ്നേഹിച്ചതും പ്രാർത്ഥിച്ചതും നോക്കിയതൊക്കെ. മഹാനായ അബ്ദുല്ലാഹ് ബിൻ സുബൈർ, അദ്ദേഹം മരണപ്പെട്ട സമയം അദ്ദേഹത്തിൻ്റെ മകൻ ഇങ്ങനെ കരയാണ്. വാപ്പ മരിച്ചപ്പോൾ മകൻ കരയാ. അവ ചോദിച്ചു, കൂടെയുള്ളവർ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തിനാണ്? എല്ലാവരും മരിക്കൂലേ, പിന്നെന്തിനാ അങ്ങനെ കരഞ്ഞു, വല്ലാതെ കരയണം എന്തിനാ? അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞത്, വാപ്പ മരിച്ചല്ലോ എന്ന സങ്കടമല്ല എന്നെ കരയിക്കണത്. മരിക്കും, എല്ലാവരും മരിക്കും, ശരി തന്നെയാ. പക്ഷെ എന്നെ കരയിക്കുന്ന ചിന്ത, എൻ്റെ സ്വർഗത്തിൻ്റെ ഒരു വാതിൽ അടഞ്ഞുപോയല്ലോ, എൻ്റെ സ്വർഗത്തിൻ്റെ ഒരു വാതിൽ അടഞ്ഞുപോയല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ സുബൈർ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞ മറുപടിയാണ്. ഒരു സഹോദരന് വർത്താനുണ്ട് നമ്മുടെയൊക്കെ പരിസര പ്രദേശത്ത്. കിടപ്പിലായ തൻ്റെ ഉപ്പ നേരത്തെ മരിച്ചു, ഭർത്താവിൻ്റെ ഉമ്മയും മരിച്ചു, പിന്നുള്ളത് ഭർത്താവിൻ്റെ ഉപ്പയാണ്. അദ്ദേഹത്തിന് എഴുന്നേൽക്കാനൊന്നും കഴിയില്ല. വളരെ കാണുമ്പോൾ തന്നെ വളരെ പ്രയാസം തോന്നിക്കുന്ന വിധത്തിൽ ഈ സഹോദരി അവരുടെ ഭർത്താവിൻ്റെ ഉപ്പയെ വർഷങ്ങളോളം പരിചരിച്ചു. എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയില്ല, എല്ലാം ബെഡിൽ തന്നെയാണ്. അങ്ങനെ പരിചരിച്ച് എല്ലാ ത്യാഗവും സഹിച്ചു പരിചരിച്ചു. അവസാനം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഇത് കണ്ട ചില അയൽവാസികളൊക്കെ പറഞ്ഞു, ആ കുട്ടി രക്ഷപ്പെട്ടു, കാരണം അത്ര സഹിച്ചു അവള്. പക്ഷെ ആ കുട്ടി എന്താ പറഞ്ഞെന്നറിയോ? എൻ്റെ സ്വർഗമാണല്ലോ എനിക്ക് നഷ്ടപ്പെട്ടത്. ഇന്നലെ വരെ ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി ഇങ്ങനെ തുറന്നു കിടക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഉപ്പ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമല്ല, എൻ്റെ സ്വർഗത്തിൻ്റെ വാതിൽ അടഞ്ഞുപോയല്ലോ എന്ന് പറഞ്ഞത് റസൂലിൻ്റെ കാലഘട്ടത്തിലല്ല, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ തലമുറയിലെ മക്കളാ. ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ള പറഞ്ഞ ഒന്നാമത്തെ വർത്തമാനം, ആ ഉമ്മാക്കുപ്പാക്കും നിങ്ങൾ നന്മകൾ ചെയ്യണം, സേവനങ്ങൾ ചെയ്തു കൊടുക്കണം. അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും, അവരുടെ കൈയൊന്ന് പിടിക്കലാണെങ്കിൽ പോലും, അവരുടെ കൈ പിടിച്ചിട്ടൊന്ന് കയറാൻ സഹായിക്കലാണെങ്കിൽ അതുപോലും സേവനമാണ്, പുണ്യമാണ്, നന്മയാണെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു. ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അവരോട് ചേ എന്ന് പോലും പറയാൻ പാടില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം, മുതിർന്നവരും ചേ എന്ന് പോലും പറയാൻ പാടില്ല മാതാപിതാക്കളോട് എന്നാണ്. ഈ ചേ എന്ന വാക്കപ്പഴ പറയാ, ഒരാളോട് വിയോജിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ പദമാണ് ചേ എന്ന് പറയുന്നത്. ഒരു മനുഷ്യനോട് ഏതെങ്കിലും തരത്തിലുള്ള മടുപ്പോ വെറുപ്പോ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന ചെറിയ വാക്കാണ് ചേ എന്ന് പറയുന്നത്, അല്ലേ? ഛേ, എന്താണ് ഈ കാണിച്ചത് എന്നൊക്കെ പറയാറില്ലേ? അങ്ങനത്തെ പ്രയോഗം പോലും ഉമ്മാടെയും ഉപ്പാടെയും ഭാഗത്ത് അവരോട് പറയാൻ പാടില്ല എന്നാണ്. ശ്രദ്ധിക്കണം, ഇത് ഖുർആൻ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. മാതാപിതാക്കൾക്ക് പ്രായം കൂടുമ്പോഴാണ് ആ പ്രയോഗം കൂടുതൽ പറയേണ്ട സാഹചര്യങ്ങൾ വരിക. അങ്ങനെയാണല്ലോ, മനുഷ്യൻ പ്രായം കൂടുന്തോറും കുട്ടികളുടെ മനസ്സിലേക്ക് മാറുന്ന, എന്നുവെച്ചാൽ ചെറുപ്പക്കാരായ അതിന് മുഫസ്സിരീങ്ങൾ അങ്ങനെ ആ ആയത്തിന് വിശദീകരണം പറഞ്ഞത് ഏത്? മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയാൻ പാടില്ല, കയർത്ത് വർത്തമാനം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വൃദ്ധരായ മാതാപിതാക്കൾ എന്ന് പറയാൻ എന്താ കാരണം? എന്താ അങ്ങനെ പറയാൻ കാരണം? ചെറുപ്പക്കാരല്ലാത്ത ചെറുപ്പക്കാരായ മാതാപിതാക്കളിൽ നിന്ന് സംഭവിക്കാത്ത പലതും വൃദ്ധരായ മാതാപിതാക്കളിൽ സംഭവിക്കും. അത് ചിലപ്പോൾ ചെറുപ്പക്കാരായ മക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അത് പ്രകൃതിയാണത്. അതുകൊണ്ട് ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നാ. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ ഉമ്മാക്കുപ്പാക്കും പ്രായമായി, നിങ്ങൾ വീടൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുക,
ബാത്റൂമിലേക്ക് പോണതിന് മുമ്പേ മൂത്രമൊക്കെ ചിലപ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ പോയിന്ന് വരും, ഹാളിൽ കൂടെ പോയിന്ന് വരും. ചില വൃദ്ധരായ ഉമ്മയോ ഉപ്പയോ വീട്ടിലുണ്ടെങ്കിൽ അവർ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് അങ്ങോട്ട് മുറ്റത്തേക്ക് തുപ്പിയാൽ ആ തുപ്പൽ ഉദ്ദേശിച്ചോടത്ത് എത്തിയെന്ന് വരൂല. ചിലപ്പോൾ അത് തിണ്ടത്തോ സ്റ്റെപ്പിലൊക്കെ ആയിന്ന് വരും. വെറുപ്പും ദേഷ്യം വരാനുള്ള സാധ്യത ഉണ്ടാകും പുതിയ തലമുറയ്ക്ക്. അതുകൊണ്ട് അള്ളാഹ് പറയാ, മാതാപിതാക്കളോട് നിങ്ങൾ ഛേ എന്ന വർത്തമാനം പോലും പറയാൻ പാടില്ല, ഛേ എന്ന് പോലും പറയാൻ പാടില്ല. വലാ തൻഹർഹുമ, അവരോട് കയർക്കാൻ പാടില്ല. വകുല്ലഹുമ ഖൗലൻ കരീമ, അവരോട് നിങ്ങൾ മാന്യമായ വാക്ക് പറയണം, മാന്യമായ വാക്ക് പറയണം. അതിനൊക്കെ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്താ മാന്യമായ വാക്ക് പറയാന്ന് പറഞ്ഞാൽ? ഉമ്മാനോട് ഉപ്പാനോടും മാന്യമായ വാക്ക് പറയാന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് പാപങ്ങൾ ചെയ്ത ഒരു അടിമ തൻ്റെ യജമാനനോട് സംസാരിക്കുമ്പോഴുണ്ടാകുന്നൊരു വിനയവും താഴ്മയും, ഈ വിനയവും താഴ്മയും ഉപ്പയോടും ഉമ്മയോടും സംസാരിക്കുമ്പോൾ ഉണ്ടാകണം എന്നാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും മാതാപിതാക്കളോട് അറുപ്പും വെറുപ്പോടെയും സംസാരിക്കുന്ന മക്കളുണ്ട്. ഉമ്മനെയും ഉപ്പയെയും ചീത്ത പറയുന്ന മക്കളുണ്ട്. പരിഹസിക്കുന്ന, തട്ടിക്കയറുന്ന, ഒന്ന് ചോദിക്കുമ്പോഴേക്ക് രണ്ടാമത്തേതിന് ദേഷ്യപ്പെടുന്ന മക്കളുണ്ട്. മാതാപിതാക്കളോട് പരുഷമായി പെരുമാറുന്ന മക്കളുണ്ട്. അത്തരം ആളുകൾ മനസ്സിലാക്കണം, റസൂലിന്റെ താക്കീത് മിനൽ കബായിരി ശത്മുർ റജുലി വാലിദൈ, വൻ പാപങ്ങളിൽ പെട്ടതാണ് ഒരു മനുഷ്യൻ അവന്റെ മാതാപിതാക്കളെ ചീത്ത പറയുക എന്ന് പറയുന്നത്. വൻ പാപങ്ങൾ. നിങ്ങൾ വ്യഭിചരിക്കണമെന്നില്ല, പലിശ ഭക്ഷിക്കണമെന്നില്ല, സിഹ്ർ ചെയ്യണമെന്നില്ല. വൻ പാപങ്ങളിൽ പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ മാതാപിതാക്കളെ ചീത്ത പറഞ്ഞാൽ, ചീത്ത വിളിച്ചാൽ, പരുഷമായി പെരുമാറിയാൽ, കയർത്ത് സംസാരിച്ചാൽ അതുതന്നെ വലിയ പാപങ്ങളിൽ പെടാൻ ധാരാളമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ. അവരെ ആദരിക്കാൻ കഴിയണം, ബഹുമാനിക്കാൻ കഴിയണം, പരിഗണിക്കാൻ കഴിയണം. ഒരു മഹാൻ പറഞ്ഞത്, ഇത്ര കാലമായിട്ട് 40-45 വയസ്സായി, ഇത്രയും കാലത്തിനിടയ്ക്ക് എൻ്റെ ഉമ്മ നിൽക്കുമ്പോൾ ഞാൻ ഇരുന്ന് സംസാരിച്ചിട്ടില്ല എന്നാണ്. ഉമ്മ നിൽക്കുമ്പോൾ ഞാൻ ഇരുന്ന് സംസാരിച്ചിട്ടില്ല. അത്രത്തോളം ഞാൻ ഉമ്മയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. ഖുർആൻ പറഞ്ഞ മറ്റൊരു കാര്യം, കാരുണ്യത്തിൻ്റെ ചിറക് നിങ്ങൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. അത് വല്ലാത്തൊരു പ്രയോഗമാണത്. തള്ളക്കോഴി തൻ്റെ ചിറകുകൾക്കടിയിൽ കുട്ടികളെ ഒളിപ്പിച്ചിരുത്തി ഭദ്രമാക്കുന്നത് പോലെ മാതാപിതാക്കൾക്ക് നിങ്ങൾ കാരുണ്യത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്നാ പറഞ്ഞേ. അവരുടെ ചെറുപ്പകാലത്ത് അവർ നമുക്ക് എങ്ങനെയാണോ തണലും ആശ്വാസവും സാന്ത്വനവും നൽകിയത്, അതുപോലെ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ നിങ്ങൾ അവർക്ക് സാന്ത്വനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കണമെന്നാണ്. ഒരു തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ എത്ര സുരക്ഷിതമാണോ എന്നതുപോലെ മാതാപിതാക്കൾ നിങ്ങൾക്ക് കീഴിൽ നിങ്ങൾക്കൊപ്പം സുരക്ഷിതരായിരിക്കണം, സമാധാനവും സ്വസ്ഥതയുമുള്ളവരായിരിക്കണമെന്നാണ് ഈ പറഞ്ഞത്. മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇരു കൈകളും ഉയർത്തി അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ച ശേഷവും പ്രാർത്ഥിക്കാൻ കഴിയണം എന്ന് മാത്രമല്ല, ഉമ്മാക്കുപ്പാക്കും വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പോലും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു. കുട്ടികൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പോലും വിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിച്ചു. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. അപ്പം എന്തിനാ അങ്ങനെ പ്രാർത്ഥന? മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന അല്ലാഹു പഠിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ മുഫസ്സിരീങ്ങൾ പറയുന്നത്, പടച്ചോനെ, എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, അതിന് ഞാൻ എന്തു തന്നെ തിരിച്ചു കൊടുത്താലും അത് പകരമാവില്ല. ഞാൻ എന്തു തന്നെ തിരിച്ചു കൊടുത്താലും എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എനിക്ക് വേണ്ടി സഹിച്ചതിന് തുല്യമാവില്ല. അതുകൊണ്ട് പടച്ചോനെ, നീ നിൻ്റെ കാരുണ്യത്തിൽ നിന്ന് തന്നെ നീ അങ്ങോട്ട് കൊടുത്തോ. നിൻ്റെ കാരുണ്യം ഉണ്ടല്ലോ, വിശാലമായ കാരുണ്യം, നീ അങ്ങോട്ട് നേർക്കുനേരെ കൊടുക്കണേ റബ്ബേ എന്നൊരൊറ്റ വാക്കിലെല്ലാം ഒതുക്കിയ പ്രാർത്ഥനയാണെന്നാ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി നമ്മളറിയാത്ത സമയത്ത് കണ്ണുനീരൊലിപ്പിച്ച് കൈകൾ ഉയർത്തി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച ആ ഉമ്മാക്കുപ്പാക്കും വേണ്ടി
എത്ര പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. എത്രയോ പള്ളിക്കാട്ടിലെ കബറുകൾക്കുള്ളിൽ ഒരുപാട് മാതാപിതാക്കൾ ഇപ്പോഴും പ്രിയപ്പെട്ട മക്കളുടെ പ്രാർത്ഥനയും പ്രതീക്ഷിച്ച് കിടക്കുക. പക്ഷെ മക്കൾക്ക് ആ ബോധം പോലുമില്ല. പറയുന്നത് നമുക്ക് വേണ്ടി നമ്മളറിയാത്ത സമയത്ത് കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ഉമ്മാക്കുപ്പാക്കും വേണ്ടി അവർ ജീവിച്ചിരിക്കുമ്പോഴും അവർ മരിച്ച ശേഷവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം, സാധിക്കണമെന്നാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ പാപമായിട്ടാണ് ഇസ്ലാം എണ്ണിയിട്ടുള്ളത്. ഒരിക്കലൊരു സഹാബി വന്നുകൊണ്ട് റസൂലിനോട് ചോദിക്കുന്നത്, റസൂലെ ഉപദേശം തരണം. എന്താ ഉപദേശം ചോദിച്ചപ്പോൾ റസൂൽ ഉപദേശം കൊടുത്തത്, നിന്റെ മാതാപിതാക്കളെ നീ ഉപദ്രവിക്കാൻ പാടില്ല, ഉമ്മാനി ഉപ്പാനി ഉപദ്രവിക്കാൻ പാടില്ല, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. നിന്റെ കുടുംബത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടാൽ പോലും ശ്രദ്ധിക്കണം. ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടു, പേരക്കുട്ടി സ്വന്തം മകൻ അമ്മനെയും മുത്തശ്ശനെയും തല്ലി അവസാനം കാശ്മീരിൽ നിന്ന് 4 മാസം കഴിഞ്ഞ് പിടിച്ചേക്കുള്ള വാർത്ത ഉണ്ടല്ലോ. സ്വത്തിൻ്റെ വേണ്ടി, സമ്പത്തിൻ്റെ വേണ്ടി. അള്ളാഹുവിന്റെ റസൂൽ പറയാ, ഉപദേശം ചോദിച്ചപ്പോൾ നിന്റെ മാതാപിതാക്കളെ നീ ഉപദ്രവിക്കാൻ പാടില്ല. എത്രത്തോളം? നിന്റെ കുടുംബത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും നിന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ പോലും നീ അവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ്. 3 വിഭാഗം ആളുകളിലേക്ക് അള്ളാഹ് നോക്കൂല ഖിയാമത്ത് നാളിൽ. 3 വിഭാഗം ആളുകൾ അവർ സ്വർഗത്തിലും പോകൂല, അള്ളോട്ട് അവരെ നോക്കൂല. നോക്കി, അവർ സ്വർഗത്ത് പോകൂല എന്ന് മാത്രമല്ല, പടച്ച റബ്ബിന്റെ നോട്ടം പോലും അവർക്ക് ലഭിക്കൂല. ആരവരെന്നറിയോ? അൽ ആക്കുവാലിദൈ, ഉമ്മാനിപ്പാനും ഉപദ്രവിച്ചോരാ. ഉമ്മാനെയും വാപ്പാനെയും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിച്ചവരാണോ നമ്മൾ? അള്ളാഹിന്റെ നോട്ടം പോലും കിട്ടാത്ത ഹതഭാഗ്യവന്മാരിൽ ഉൾപ്പെടുന്നാണ് ഈ പറയുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ അള്ളാഹ് അവർക്ക് സ്വർഗം തന്നെ ഹറാമാക്കിയതാ. ഇത് വല്ലാത്ത ചില വാക്കുകളാണ് ഹദീസിൽ. അള്ളാഹ് സ്വർഗം ഹറാമാക്കി. ആർക്ക്? വ്യഭിചരിച്ചവൻക്കല്ല, മദ്യപിച്ചവൻക്കല്ല, അതൊക്കെ ഗുരുതരമായ തെറ്റുകൾ തന്നെയാ. പക്ഷെ അള്ളാഹ് സ്വർഗം ഹറാമാക്കി എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും ഉപദ്രവിക്കുന്ന മക്കളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒരു ഹദീസിൽ കാണാം, റീഹുൽ ജന്ന യൂജിദു മിൻ മസീറത്തി അൽഫാം, 1000 വർഷത്തിന്റെ വഴിദൂരം സ്വർഗത്തിന്റെ വാസന ഇങ്ങനെ അടിച്ചു വീശിക്കൊണ്ടിരിക്കും. പക്ഷേ ആ സ്വർഗത്തിന്റെ വാസന പോലും കിട്ടാത്ത ആളുകളുണ്ട്. ആരാന്നറിയോ? ഉമ്മാനുപ്പാനെ ഉപദ്രവിച്ചവർ. അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും കിട്ടില്ല എന്നാ പഠിപ്പിക്കുന്നത്. റസൂല് പറഞ്ഞത്, ഉമ്മാനുപ്പാനെ ബുദ്ധിമുട്ടിക്കുന്നത് സ്വന്തം മക്കളെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിന് തുല്യമാണ് എന്നൊക്കെ പഠിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. മാത്രമല്ല, വേറെന്ത് തെറ്റ് ചെയ്താലും ഒരുപക്ഷെ അതിന് ശിക്ഷ ഉള്ള നാളെ പരലോകത്തേക്കേ തരുണ്ടാകുള്ളൂ. ചില ഹദീസിലുള്ളത്, മാതാപിതാക്കൾ നിങ്ങൾ ഉപദ്രവിച്ചാൽ അതിൻ്റെ ശിക്ഷ പടച്ചോൻ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ തരും എന്നൊക്കെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ കഴിയും. അതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ജുറൈജിൻ്റെ ചരിത്രമൊക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ, അവരെ വിഷമിപ്പിച്ചാൽ, അവർ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പ്രയാസപ്പെടുത്തിയാൽ അത് നാളെ പരലോകത്ത് മാത്രമല്ല ദുനിയാവിൽ വെച്ച് തന്നെ അത് പലിശയും കൂട്ടുപലിശയുമായി റബ്ബ് തിരിച്ചു തരുമെന്ന ബോധ്യം, ബേജാറ് നമുക്കുണ്ടാകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. കരയാനും കാലിട്ടടിക്കാനുമല്ലാതെ മറ്റൊന്നിനും അറിയാത്ത ഒരു അവസ്ഥയിൽ പിറന്നു വീണ നമ്മളെ ഒരുപാട് ക്ലേശങ്ങളും പ്രയാസങ്ങളും സഹിച്ച് വളർത്തി ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് നമ്മുടെ ഉമ്മയും ഉപ്പയുമാണ്. അതുകൊണ്ടാണ് ഒരു കവി ചോദിച്ചത്, നിങ്ങളറിയുമോ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. വല്ലാത്തൊരു ചോദ്യമാണത്. നിങ്ങളറിയുമോ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നമ്മളാരും നമ്മുടെ ഉമ്മായുടെ വയറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതേപോലെയല്ല വന്നത്, അല്ല. കരയാൻ മാത്രമേ നമുക്കറിയുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ കാര്യം പറയുന്ന പല സ്ഥലത്തും വിശുദ്ധ ഖുർആൻ ഉമ്മായുടെ കഷ്ടപ്പാടും പ്രയാസവും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉമ്മാനെ കൂടുതൽ പരിഗണിക്കണം, കാരണം വാപ്പയേക്കാൾ ഉമ്മ കൂടുതൽ പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഈ നിമിഷം വരെയും നമ്മളറിയാത്ത, നമ്മളെ അറിയിച്ചിട്ടില്ലാത്ത ഒരുപാട് വേദനകളും യാതനകളും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി അനുഭവിച്ചിട്ടുണ്ട്. കണക്ക് പറയാനും അറിയിക്കാനും എഴുതി വെക്കാനും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവർ പലതും നമ്മിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. കാരണം മക്കൾക്ക് വേണ്ടി തങ്ങൾ സഹിച്ച ത്യാഗങ്ങളൊക്കെയും അവർ അറിയിച്ചിട്ട് അതിനു പകരം എന്തെങ്കിലും തിരിച്ചു കിട്ടണമെന്ന് ഒരിക്കലും അവർ ആഗ്രഹിച്ചിട്ടില്ല.
നമ്മൾ മനസ്സിലാക്കണം. അവസാനം ഒരു സമയം ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടി അനുഭവിച്ചതൊക്കെയും നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്ക് തിരിച്ചൊന്നും കൊടുക്കാൻ കഴിയാത്ത വിധം ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടാകും. 6 അടി മണ്ണിൽ അന്തിമ വിശ്രമം കൊള്ളുന്നുണ്ടാകും. പിന്നെ നമ്മളവിടെ പോയി പൊട്ടിക്കരഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കാൻ ശ്രമിക്കുക. ഒരിക്കൽ ഒരു വൃദ്ധസദനത്തിൽ നടന്നൊരു സംഭവമുണ്ട്. ഒരു മകൻ തൻ്റെ അച്ഛനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുകയാണ്. അങ്ങനെ കൊണ്ടാക്കിയ സമയത്ത് ആ വൃദ്ധസദനത്തിൻ്റെ ഉടമസ്ഥനും ഈ അച്ഛനും തമ്മിൽ ഭയങ്കര പരിചയം. മകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ മുമ്പ് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛൻ അങ്ങോട്ട് റൂമിലേക്ക് കടത്തി വിട്ടിട്ട് അപ്പോൾ ആ വൃദ്ധസദനം നടത്തുന്ന ആൾ പറഞ്ഞത്, ഉണ്ട്, നല്ല പരിചയമുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മക്കളില്ല, നീ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നാക്കിയല്ലോ, ആ മനുഷ്യൻ, അദ്ദേഹത്തിന് മക്കളില്ല, അദ്ദേഹം ഇവിടെ വന്നിരുന്നു. എന്തിനു വേണ്ടി അറിയോ? ആരോ തെരുവിലൊഴിവാക്കി ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച നിന്നെ ദത്തെടുത്ത് നോക്കാൻ. കണ്ടോ, ദത്തെടുത്ത് നോക്കാൻ ആരോ ഉപേക്ഷിച്ചവനാ നീ. നിനക്ക് അച്ഛനും അമ്മയുമില്ല, വാപ്പയും ഉമ്മയുമില്ല ഉണ്ടായിരുന്നു, നിന്നെ ആരൊക്കെ ഒഴിവാക്കി കളഞ്ഞു. അങ്ങനത്തെ നിന്നെ കൊണ്ടുപോയി നോക്കി വളർത്തിയവനാ നിന്റെ ഈ അച്ഛൻ. അന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന പരിചയമുണ്ട് നിന്റെ അച്ഛനുമായിട്ടെന്ന. നമ്മളറിയാത്ത, നമ്മൾ മനസ്സിലാക്കാത്ത പലതും നമ്മുടെ അമ്മയും വാപ്പയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ അറബിയിൽ പഠിക്കുന്നൊരു കഥ ഉണ്ട്. മുമ്പുണ്ടായിരുന്നു, ഇപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ണ് കാണാത്ത ഒറ്റ കണ്ണുള്ളൊരു ഉമ്മാൻ്റെ കഥ ഉണ്ട്. നമ്മൾ പഠിച്ചിരിക്കും. കണ്ണ് കാണാത്തൊരുമ്മയുടെ കഥ. മകൻ പഠിച്ചു, ഒറ്റ മകനേ ഉള്ളൂ. മകനെ പഠിപ്പിച്ച് അങ്ങനെ ഡോക്ടറാക്കി. അവസാനം മക്കളെ ഈ ഉമ്മാടൊപ്പം താമസിക്കുമ്പോൾ കൂട്ടുകാരായ ആളുകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ ഒറ്റ കണ്ണില്ലാത്ത, ഒരു കണ്ണ് മാത്രമുള്ള ഉമ്മ ഒരു ഷെയിമായി, മകൻക്ക് ഒരു അടങ്ങാറായി. അവസാനം ഉമ്മാനെ ഒഴിവാക്കി മകൻ പോവുകയാണ് കഥ. അങ്ങനെ അവസാനം കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഉമ്മ പോകുന്നുണ്ട്. മകനെ കാണാൻ എവിടെയോ അന്വേഷിച്ച് പോകുന്നുണ്ട്. മകൻ അറിയാത്ത പോലെ ഉമ്മാനെ തിരിച്ചു വിടുന്നുണ്ട്. അങ്ങനെ ഉമ്മ തിരിച്ചു വരുന്നു. കുറേ കാലങ്ങൾ കഴിഞ്ഞ് ഈ മകൻക്കൊരു കുറ്റബോധം തോന്നുക. അങ്ങനെ ഉമ്മാനെ കാണാൻ വേണ്ടി മകൻ വരുന്ന സമയത്ത് ഉമ്മ അവിടെ ഇല്ല, വീടൊക്കെ പൂട്ടിക്കിടക്കണോ, കാടും പൊന്തിയും പിടിച്ച് കിടക്കുക. അപ്പം അടുത്ത വീട്ടിലെ ആൾ വന്നിട്ട് പറഞ്ഞു, മോനെ, നീ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നിനക്ക് തരാൻ വേണ്ടി ഒരു കത്ത് ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് വായിച്ചു നോക്കുമ്പോൾ അതിൽ ഉമ്മ പറയുന്നൊരു കാര്യമുണ്ട്, മോനെ, ഒരിക്കലും നിന്നോട് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷേ എപ്പോഴെങ്കിലും നീ എന്നെ അന്വേഷിച്ച് വരികയാണെങ്കിൽ ഞാൻ മരണപ്പെട്ടു പോയെങ്കിൽ മാത്രം നീ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താ എഴുതിയിരിക്കണമെന്ന് അറിയോ? മോൻ എന്നെ വിട്ടുപോകാനുള്ള കാരണം നിന്റെ ഉമ്മാക്ക് ഒരൊറ്റ കണ്ണേ ഉള്ളൂ എന്ന പ്രശ്നമായിരുന്നു. ഒറ്റക്കണ്ണി ഉമ്മ എന്ന് നിന്റെ കൂട്ടുകാർ പരിഹസിച്ചത് കൊണ്ടാണല്ലോ മോനെ നീ എന്നെ ഒഴിവാക്കി പോയത്. ഇനി ഒരു സത്യം മോൻ മനസ്സിലാക്കണം. ഉമ്മാക്ക് ഒരു കണ്ണെങ്ങനെ പോയി എന്നറിയോ? ഒരിക്കൽ നീ സ്കൂളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കണ്ണ് നഷ്ടപ്പെട്ടു. നിന്റെ കണ്ണ് നഷ്ടപ്പെട്ട സമയത്ത് നിനക്ക് കണ്ണ് തന്നത് ഞാനായിരുന്നു മകനെ. എൻ്റെ ഉമ്മ നിന്റെ ഉമ്മയുടെ കണ്ണാണ് നിന്റെ കണ്ണ് നഷ്ടപ്പെട്ട സമയത്ത് നിനക്ക് തിരിച്ചു നൽകിയത്. എനിക്കില്ലെങ്കിലും എൻ്റെ മകൻ ജീവിച്ചോട്ടോ എന്ന് ആഗ്രഹിച്ചു. ഇത് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ എപ്പോഴെങ്കിലും നീ വരുമ്പോൾ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇതറിയണം. ഉമ്മ ഒറ്റക്കണ്ണിയായി മാറിയത് മോനെ നിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടപ്പോൾ നിനക്ക് പകരം തന്നിട്ടായിരുന്നു കേട്ടോന്ന്. അറിഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ഒരുപാട്, ഒരുപക്ഷെ നമ്മുടെ ഉമ്മയും ഉപ്പയും ഒക്കെ നമ്മളറിയാത്ത എന്തൊക്കെയോ അവരനുഭവിച്ചിട്ടുണ്ട്. 10 മാസം നമ്മളെ ഗർഭം ചുമന്ന് നടന്നിട്ടില്ലേ നമ്മുടെ ഉമ്മ? കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ നിങ്ങൾക്കത് വൈകുന്നേരം വരെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? വല്ലാതെ നമ്മുടെ ഒറ്റ ഗ്ലാസ് വെള്ളം നിങ്ങളെ കയ്യിൽ തന്നാൽ വൈകുന്നേരം അങ്ങനെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റൂല. നമുക്കാർക്ക് എവിടെയെങ്കിലും വേഗം വെക്കാനാ നോക്കുക. അങ്ങനെ തന്നെയാ. എന്നാൽ 250 ദിവസമാണ് 2.5 കിലോ 3 കിലോ ഭാരമുള്ള എന്നെയും നിങ്ങളെയും വയറ്റിലെത്തിയിട്ട് നമ്മുടെ ഉമ്മ നടന്നത്. ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല, നേരെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, കാല് നീര് വന്നിട്ടുണ്ട്. ഒരിക്കൽ വാപ്പ തിരിഞ്ഞു നോക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ വേദന കൊണ്ട് പുളയ്യ, മസില് പിടിച്ചിട്ട് വെണ്ണ കയറിയിട്ട് കാലില്. ഇങ്ങനെ പല പ്രയാസങ്ങളും നമ്മുടെ ഉമ്മമാർ നമുക്ക് വേണ്ടി അനുഭവിച്ചിട്ടുണ്ട്, വാപ്പമാരും അനുഭവിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് ചോരതിയാക്കിയിട്ടാ നമ്മളേക്ക് ഈ കോലത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹോദര സഹോദരിമാരെ, മക്കളെ, നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കാൻ നമുക്ക് കഴിയണം. പുതിയ കാലത്തെക്കുറിച്ച് നമുക്കറിയാം, എല്ലാം ഔട്ട് ഓഫ് ഫാഷനാ. ഉമ്മ വാപ്പ കുടുംബം സംവിധാനം എന്നൊക്കെ പറയുന്നത് ഫാഷന് പുറത്താ, അവരെ ആട്ടിപ്പുറത്താക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ തിരിച്ചു വരാൻ കഴിയണം. സ്വന്തം ഉമ്മയെയും ഉപ്പയെയും ഒക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, ഒപ്പം ചേർത്ത് പിടിക്കാൻ,
ആ ഉമ്മയുടെ ഉപ്പയുടെ വഴിയിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. റബ്ബ് നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ.